നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാതിയിൽ ഫെഫ്കയ്ക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വന്നു. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞവർ 24 മണിക്കൂർ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിമർശിച്ചു. അല്ല, കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അവർ തലേ ദിവസം വന്ന് ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് അദ്ദേഹം പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ഇയാൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് 24 മണിക്കൂറിനുള്ളിൽ അവരുടെ ഇത് മാറ്റിയില്ലേ, നിലപാട് മാറ്റി. നമ്മുടെ ഓഫീസിൽ വന്ന് സംസാരിച്ചത് ഞാൻ മാത്രമല്ല സാക്ഷിയും, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മിക്കവാറും മെമ്പേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരുടെ വന്ന് പറയുന്നത് ഇതെടുക്കണം എന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് സംസാരിച്ചിട്ട് പോയിട്ട് 24 മണിക്കൂറിനകത്ത് അവരുടെ നിലപാട് മാറ്റിയിട്ട് വേറെ രീതിയിൽ അയാളെ ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്ന് പറയാൻ. അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർ തീരുമാനം എടുത്തോട്ടെ. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ അതങ്ങനല്ലല്ലോ, ഒരു സമയം ഉണ്ടാക്കി വേണ്ട പറയാൻ. അവർ തീരുമാനിച്ചാൽ മതി ഒരു സമയം കൂടെ കൊടുക്കണം. തൊഴിൽ കൊടുക്കുന്ന നമ്മളല്ലേ, ഞങ്ങൾ തീരുമാനിക്കും വേണോ വേണ്ടോ എന്ന് അയാൾ. അല്ല, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ആണ് തൊഴിൽ ദാതാക്കൾ. പ്രൊഡ്യൂസർ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ് സംസാരിച്ചത്. എന്നാൽ ഫെഫ്ക നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കുന്നത്. ഫെഫ്കയ്ക്കെതിരെ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയും രംഗത്ത് വന്നു. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, യഥാർത്ഥത്തിൽ ഈ വളരെ ധീരമായൊരു നിലപാട് തന്നെയാണ് ജി സുരേഷ് കുമാർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ അയഞ്ഞ നിലപാട് പാടില്ല താനും. പറയൂ. SKN വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു സിനിമാ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സൂത്രവാക്യം സിനിമയുടെ ICC യോഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്നത്. 3 മണിക്കൂർ ചേർന്ന യോഗം. IC യോഗത്തിനകത്ത് ഇരുഭാഗവും അവർ കേട്ടു. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഫെഫ്കയുടെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തത്. ഫെഫ്കയുടെ ഓഫീസിൽ നേരിട്ടായിരുന്നു ഷൈൻ ടോം ചാക്കോ എത്തിയത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. അതിനുശേഷം മാധ്യമങ്ങളോട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: അവസാനത്തെ ഒരു അവസരമാണ്, സിനിമയിൽ മുന്നോട്ട് പോകേണ്ട ഒരു നടനാണ്, അത്തരത്തിലേക്ക് കഴിവ് തെളിയിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു പ്രതിഭയെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കണമെന്നായിരുന്നു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആ കാര്യത്തിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയും രൂക്ഷമായ വിമർശനവുമായിട്ട് എത്തിയിട്ടുള്ളത്. ഫെഫ്ക ഇപ്രകാരമാണ് എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലേക്ക് ഇടപെട്ടത്? സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നടന്ന സമയത്തും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിർമ്മാതാവിന്റെ അടക്കം വിശദീകരണം ചോദിക്കാൻ ഫെഫ്കയ്ക്ക് എവിടെ നിന്നുള്ള അവകാശമെന്നാണ് ഇപ്പോൾ സജി നന്ദിയാട്ട് വ്യക്തമാക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഗ്രൂപ്പിലടക്കം കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള റാണി ശരൺ, ഒപ്പം ജോളി ചെറയത്ത് ഉൾപ്പെടെയുള്ളവർ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഫെഫ്കയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും സമയോചിതമായ ഇടപെടൽ മാത്രമാണ് ഫെഫ്ക നടത്തിയിട്ടുള്ളതെന്നുമാണ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഒരു ട്രേഡ് യൂണിയൻ മാത്രമായിട്ടുള്ളത് സിനിമ ഇപ്പം ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അമ്മയാണ്, പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, തൊഴിൽ ദാതാക്കളായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഇവർ രണ്ട് സംഘടനകളും ഒരുമിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാനിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഫെഫ്ക അംഗം പോലും അല്ലാത്ത, അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ ഭാഗം പോലും അല്ലാത്ത ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായ രീതിയിൽ എന്തിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ സജി നന്ദിയാട്ട് അടക്കം ഇപ്പോൾ 24 ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഫെഫ്കയുടെ നിലപാടിനകത്ത് കടുത്ത വിമർശനമാണ്, രൂക്ഷമായ പ്രതികരണങ്ങളാണ് പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തു. ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി നേരത്തെ തന്നെ ഈ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിൻസി അലോഷ്യസിന്റെ ഭാഗം കേട്ട് ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ, പക്ഷേ പരാതി പിൻവലിക്കാത്ത സ്ഥിതിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് ഫെഫ്കയുടെ ഇടപെടൽ. ആ ഇടപെടൽ രൂക്ഷ വിമർശനവുമായി ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നു. SKN.